ഞങ്ങൾ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. ചാളക്കറി ഉണ്ടാക്കാൻ പോവാണ്. ചാളക്കറിയിലേക്ക് ഒരു ലോഡ് അതിനാ ചാളക്കറി ഉണ്ടാക്കാൻ പോവാണ്. ചാളക്കറിയും കപ്പയും ചാളക്കറിയും. കപ്പയില്ല, ചാളക്കറി ഇപ്പൊ ആവും. ചാളക്കറി ഉണ്ടാക്കി കൊള്ളാക്കരുത് കേട്ടോ, മര്യാദക്ക് ഉണ്ടാക്കണം. അത് അടിപൊളിയായിട്ടാ ചാളക്കറി ഉണ്ടാക്കും, കുഴപ്പമില്ല. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. ചാള തിളപ്പിക്കണ ഒരു സംഭവമാണ്. നാടൻ ചാളക്കറിയാ. കുറച്ച് പുളി, കൊടംപുളിയാണ് ഇട്ടേക്കണേ. ഈ ചാള അവിടെ മീൻ പിടിച്ചാണോ അതോ പുഴന്ന് പിടിച്ചാണോ ചാള? ആ പുഴയിലെ ചാള കേട്ടാ, പുഴയിലെ ചാളയാണ്. കാലത്ത് പോയി പിടിച്ചോണ്ട് വന്ന, പുഴയിൽ പോയി ചൂണ്ടിട്ട്. പുഴച്ചാള, കടലിലെ പുഴ. കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പ്പെട്ടവരെ, ഇത് വെറും ചാളക്കറി അല്ല, ഇതാണ് ചച്ചാളക്കറി. പച്ചക്കറിയാണ് നമുക്ക് കൂടുതൽ വീണ്ടും വെക്കണം. പിന്നെ ഇടക്ക് വല്ല മീൻ മേടിച്ച് വറക്കും. ചാള വറക്കാൻ ഇഷ്ടം. തങ്കമാൻറ്റിയുടെ മീൻകറിയാണ്. അതിനെപ്പറ്റി കുറച്ച് സംസാരം നമുക്ക് ചോദിക്കാം, ഒരു വിശേഷങ്ങൾ ചോദിക്കാം. കാലത്ത് മീൻകരം വന്നാ ആണോ? അടിച്ചിറയില മീൻകറി ചേട്ടൻ കൊണ്ടുവന്ന് നിർത്താം. അപ്പൊ നമുക്ക് മീൻകറി, ഇപ്പൊ ഇതുവരത്തെ മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ നാടൻ മീൻകറിയാണ്. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലത്തെ അല്ല. ഒറിജിനൽ വീട്ടിലെ ഒരു രുചിയായിരിക്കും ഇതിനൊക്കെ. ഒരു പ്രത്യേക രുചിയായിരിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് വേറെ ഒരു രുചി, നമ്മുടെ വീട്ടിലൊരു വേറെ രുചിയായിരിക്കും. ഒറിജിനൽ ടേസ്റ്റ്, നാടൻ. ചാളായി. ഓ, കൈ പൊള്ളണം. മീൻകറി എന്തായാലും നോക്കാം. കൈ പൊള്ളിയിട്ട് കൊള്ളാം. അയ്യോ, കൈ പൊള്ളണം. ആ, മീൻ തിളക്കണ്ട കേട്ടോ, ചാള. ഇപ്പൊ നമ്മുടെ ചാളക്കറി ഓക്കെ ആയിട്ടുണ്ട്. ചാറ് ഇച്ചിരി പറ്റി നോക്കട്ടെ. ചാറ് പറ്റിയിട്ടൊന്നുമില്ല, നല്ല കിടക്കാച്ചയായിട്ടുണ്ട്. ഇനി ഇത് കപ്പയൊക്കെ കൂട്ടും നല്ല അടിയടിക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ചാളക്കറി എങ്ങനെയുണ്ട്?